നമസ്കാരം. നാം ഇന്ന് കേരളത്തിൽ ഭസ്മധാരണം എന്നുള്ള ഒരു ചിന്ത തുലോം തുച്ഛമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഭസ്മധാരണം പക്ഷേ ഇന്ന് പഴമക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നു, കുളി കഴിഞ്ഞ ശേഷം അവർ ഭസ്മം ധരിക്കുന്നു. ലലാടം ശൂന്യമായിട്ട് ഇരിക്കുന്നില്ല, ഭസ്മം ധരിക്കുകയാണ്. ചന്ദനം ഇല്ലെങ്കിൽ കുങ്കുമം ഇതൊക്കെ ധരിക്കുന്നുണ്ട്. നാം ഏവരും ശ്രദ്ധിച്ചു കാണും, പഴമക്കാരെല്ലാം തന്നെ. പക്ഷേ ഇന്ന് ആരെങ്കിലും ഭസ്മം ധരിച്ചു കഴിഞ്ഞാൽ നീ സ്വാമിയായി പോകുന്നോടാ എന്നുള്ള ഒരു പിന്തിരിപ്പൻ ചോദ്യം. ലലാട്ട ശൂന്യമായിട്ടിരിക്കരുത് എന്നുള്ള ഒരു വസ്തുത ഭാരതത്തിലുടനീളം ഏവരും എല്ലാ സംസ്കാരത്തിലും, ഭാരതത്തിലുള്ള എല്ലാ സ്റ്റേറ്റിലും, എല്ലാ സംസ്ഥാനത്തിലും, ഇതര സമുദായങ്ങളിലും സനാതന ധർമ്മം അതിനെ പിന്തുടരുന്ന ഏവരും ആണ് ഉദ്ദേശിച്ചത്. ഭസ്മധാരണം അല്ലെങ്കിൽ ചന്ദനം, കുങ്കുമം ഇവ യഥോചിതമായിട്ട് ഉചിതമായിട്ട് ധരിച്ച് വന്നിരുന്നു. മഹാശിവരാത്രി ദിവസം ഭസ്മധാരണം വളരെ പ്രസിദ്ധമാണ്. ഭസ്മാഭിഷേകമുണ്ട്, ഭസ്മം കൊണ്ട് അർച്ചനയുണ്ട്. ആ ഭസ്മം എന്ന് പറയുന്നത് വിഭൂതി, വിഭവതീതി വിഭൂതി ഭൂതിശ്ച എന്നുള്ളതാണ്. കൂടുതലായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. നമുക്കെങ്ങനെ ഭസ്മധാരണം, അതിൻ്റെ രീതി എന്താണ് എന്നുള്ളതാണ്. ഭസ്മധാരണം എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഇത് എവിടെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും ഈ ഇടക്കാലത്ത് വെച്ച് കൊണ്ടുവന്നതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവാൻ പാടില്ലല്ലോ. കാലാഗ്നി രുദ്രോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഭസ്മം എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നുള്ളതാണ്. മഹാശിവരാത്രി ദിവസമാണ് വിഭൂതി അല്ലെങ്കിൽ ഭസ്മം ഉണ്ടാക്കുന്നത്, വർഷത്തിൽ ഒരു ദിവസം മാത്രം. അത് തന്നെയാണ് ഒറിജിനൽ. ഇന്ന് പല രീതിക്കും മാറ്റം വന്നിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. മഹാശിവരാത്രി ദിവസമാണ് ഈ ഭസ്മം ഉണ്ടാക്കുന്നത്. ആ ഭസ്മം എങ്ങനെ ധരിക്കണമെന്നും ആ കാലാഗ്നി രുദ്രോ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഭസ്മത്തെ നാം 5 വിരൽ കൊണ്ട് ഇങ്ങനെ കയ്യിലെടുക്കുന്നു. സദ്യോജാതാദി മന്ത്രേണ എന്നുള്ളതാണ്. സദ്യോജാതാദി അതായത് സദ്യോജാതം മുതൽക്കുള്ള ഒരു 5 മന്ത്രങ്ങളുണ്ട്. അത് ജപിച്ചുകൊണ്ട് കയ്യിലെടുക്കുന്നു. മാനോ മഹാന്തം എന്നിങ്ങനെ പോകുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാം എന്നുള്ളതും പറയുന്നുണ്ട് ആചാര്യന്മാർ. ഇതൊന്നും വേദമന്ത്രങ്ങളൊന്നും നമുക്ക് ജപിക്കുവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല, എന്നാലും എനിക്ക് ഭസ്മം ധരിക്കണം എന്നുണ്ട്, മഹാശിവരാത്രി ദിവസമെങ്കിലും ഞാൻ ശിവഭക്തനായിട്ട് മുന്നോട്ട് പോകും എന്ന് തോന്നുന്നവർക്കായിട്ടാണിത്. അങ്ങനെ നാം 5 വിരൽ കൊണ്ട് ഭസ്മം എടുക്കുന്നു. നമശിവായ 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 എന്ന് ജപിക്കുന്നു. എത്ര സാധിക്കുമെങ്കിൽ എത്രയാണോ സാധിക്കുന്നത് അത്രയും ജപിക്കുക. ഇനി എണ്ണി ജപിക്കണം എന്ന് നിർബന്ധമില്ല. ഇനി അങ്ങനെ എണ്ണി ജപിക്കണം എന്നാലേ എൻ്റെ മനസ്സിന് തൃപ്തിയുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 108 പ്രാവശ്യം ജപിക്കാമല്ലോ. അതിനെ ചൊല്ലിയെങ്കിലും നാം 108 പ്രാവശ്യം നമശിവായ ജപിക്കും. കയ്യിലെടുക്കുന്നു, നമശിവായ ജപിച്ച ശേഷം ഇടത് കൈയിലേക്ക് വെക്കുകയാണ്. ഇല്ലെങ്കിൽ ഇനി ഇടത് കൈയിൽ വെച്ച ശേഷമെങ്കിലും കൈ അടച്ചു പിടിച്ച് നമശിവായ 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 എന്ന് നമുക്ക് ജപിക്കാവുന്നതാണ്. അതിനുശേഷം ജലം കൊണ്ട് നാം അതിനെ കുഴയ്ക്കുകയാണ്. ആ ഭസ്മത്തെ കുഴച്ച ശേഷം ലലാടത്തിൽ ആദ്യം 3 വരിയായിട്ട് നാം ഇങ്ങനെ ഭസ്മത്തെ ധരിക്കുന്നു. ഭസ്മധാരണം. അതിനുശേഷം സന്ധികളിലെല്ലാം തന്നെ ധരിക്കാവുന്നതാണ്. എന്ത് മന്ത്രമാണ്? നമശിവായ നമശിവായ നമശിവായ. ഇനി ഏവർക്കും മൃത്യുഞ്ജയ മന്ത്രം അറിയാം. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത്. ഏവർക്കും അറിയാം. അത് അറിയാവുന്നവർ അത് ജപിച്ചുകൊണ്ട് തന്നെ ഭസ്മം ധരിക്കുക. ധരിച്ച ശേഷം കൈ കഴുകുക. ഈ ഒരൊറ്റ ചെറിയ ഒരു ക്രിയയാണ്. ഇതൊരു ക്രിയ എന്ന് വിശേഷിപ്പിക്കാമോ എന്നറിയില്ല. എന്നിരുന്നാലും അതിനെ ക്രിയ തന്നെയാണ്. കാരണം ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പ്രക്രിയയാണല്ലോ, ഒരു കർമ്മമാണല്ലോ. ഒരുപാട് പേർ ചെയ്യുന്നില്ലല്ലോ. ഇതിനിപ്പോൾ ഭസ്മം എടുക്കുന്നു, ഒരു ചെറിയൊരു വിരൽ കൊണ്ട് ആരും കാണാത്ത, ഇനി മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും. ആ ലെവലിലേക്കായി ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ട് എന്നെ കുറ്റം പറയണ്ട എന്ന് ധരിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇതിനെ നമുക്കൊരു ക്രിയയായിട്ട് തന്നെ വിശേഷിപ്പിക്കാം. മഹാശിവരാത്രി ദിവസമെങ്കിലും ഈ ഭസ്മം എടുത്ത് ഇങ്ങനെ ധരിക്കാൻ ശീലിക്കുക. 1000-ൽ ഒരാളെങ്കിലും അതിൻ്റെ അടുത്ത ദിവസവും ശീലിക്കും. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള ധൈര്യമുണ്ടാകും. അങ്ങനെ 1-ൽ നിന്ന് 10 പേര് കാണുമ്പോൾ ഞാനും കൂടി ധരിക്കാമല്ലോ എന്നുള്ള തോന്നലിലേക്ക് നീങ്ങും. അങ്ങനെ 1-ൽ നിന്ന് 10, 100, 1000 വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും ഭസ്മധാരണം ശീലമാക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്ത. നമഃശിവായ.